ആശാവർക്കർമാരോടുള്ള മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും സമീപനം നിഷേധാത്മകമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ആശാവർക്കർമാരെ അങ്ങേയറ്റം അപമാനിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയും സർക്കാരും കൈക്കൊള്ളുന്നതെന്നും മുരളീധരൻ. അനധികൃതമായി ഇന്ത്യയിലെത്തിയ 3 ബംഗ്ലാദേശികൾ അന്തിക്കാട് പോലീസിന്റെ പിടിയിൽ. രക്ഷപ്പെട്ട 2 പേർക്കായി തിരച്ചിൽ തുടരുന്നു. ബംഗാളികളെന്ന പേരിൽ സംസ്ഥാനത്ത് ഒട്ടേറെ ബംഗ്ലാദേശികൾ. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലെ ചികിത്സയ്ക്കിടെ ചെരിഞ്ഞു. മുറിവേറ്റ കൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതി തള്ളിയിട്ടുവെന്ന ഡോക്ടർ അരുൺ സക്കറിയയുടെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കുത്തക കമ്പനികളോട് മത്സരിച്ചാണ് സിഒഎ മുന്നോട്ട് പോകുന്നതെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. ഗുരുവായൂർ ചുവല്ലൂർപടിയിൽ മരത്തിന്റെ കൊമ്പുവീണ് 19 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. വൈദ്യുതി ലൈനുകൾക്ക് അടിയിൽപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗുരുവായൂർ മഞ്ജുളാൽത്തറയിൽ പുതിയ വെങ്കലഗരുഡ പ്രതിമ സ്ഥാപിച്ചു. മാർച്ച് 1 പ്രതിമ അനാച്ഛാദനം ചെയ്യും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്രത്തിലാദ്യമായി കേരളം ഫൈനലിൽ. 26 നടക്കുന്ന ഫൈനലിൽ കേരളം വിദർഭയെ നേരിടും. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കേരളത്തിലെ ആശാവർക്കർമാരോടുള്ള മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും സമീപനം നിഷേധാത്മകമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ആശാവർക്കർമാരെ അങ്ങേയറ്റം അപമാനിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയും സർക്കാരും കൈക്കൊള്ളുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു വി മുരളീധരൻ. ആശാവർക്കർമാർ വേതനത്തിനായി സമരം ചെയ്യുമ്പോൾ PSC ബോർഡംഗങ്ങൾക്ക് ശമ്പളവും കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന് യാത്രാബത്തയും വലിയ തോതിൽ വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ആശാവർക്കർമാരെ അപമാനിക്കലാണെന്ന് മുരളീധരൻ പറഞ്ഞു. കേരള സർക്കാർ ആശാവർക്കർമാരോട് കാണിക്കുന്ന പ്രതികാര സമീപനം, ആശാവർക്കർമാരോട് കാണിക്കുന്ന അവരെ അപമാനിക്കുന്ന സമീപനം, ആ സമീപനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാൻ. 100 കോടി രൂപ മാറ്റിവെക്കാനുള്ള ആളുകൾ ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പണമില്ല, പക്ഷേ ബജറ്റിൽ 100 കോടി മാറ്റിവെക്കുന്നതിൻ്റെ ഇരട്ടത്താപ്പാണ് ഞാൻ ചോദിച്ചത്. പണമില്ലാത്തത് കൊണ്ടല്ല, പണം ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ മുൻഗണനാക്രമം, ആ മുൻഗണനാക്രമം സർക്കാരിൻ്റെ കൂർ ആരോടാണ് എന്ന് വ്യക്തമാക്കുന്നത്. കോവിഡ് കാലത്ത് ആശാവർക്കർമാർ നടത്തിയ ഇടപെടലാണ് പിണറായി വിജയൻ സർക്കാരിന് വീണ്ടും അധികാരത്തിലേറാൻ സാഹചര്യമൊരുക്കിയതെന്ന് സർക്കാർ മറന്നുകൂടാ. മാർക്സിസ്റ്റ് പാർട്ടി അവകാശപ്പെടുന്നത് പോലെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെയല്ല, വരേണ്യവർഗത്തിന്റെ താൽപര്യമാണ് CPM സംരക്ഷിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എല്ലാ വിഷയത്തിലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന സമീപനം സംസ്ഥാനത്തെ മന്ത്രിമാർ ഇപ്പോഴും തുടരുകയാണ്. കേന്ദ്രം നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്രം ഫണ്ട് നൽകാതിരിക്കുകയും അത് പാലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായപ്പോൾ കേന്ദ്രം ഫണ്ട് നൽകുകയും ചെയ്തുവെന്നതാണ് യാഥാർത്ഥ്യം. ഇക്കാര്യത്തിൽ ഏത് ഫണ്ടാണ് കേന്ദ്രം നൽകാത്തതെന്ന് വ്യക്തമാക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറാകണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായി. TCV ന്യൂസ്, തൃശൂർ. അനധികൃതമായി ഇന്ത്യയിലെത്തിയ 3 ബംഗ്ലാദേശികൾ അന്തിക്കാട് പോലീസിന്റെ പിടിയിലായി. രക്ഷപ്പെട്ട 2 പേർക്കായി തിരച്ചിൽ തുടരുന്നു. മുട്ടിച്ചൂരിൽ നിന്നുമാണ് ഇവരെ പോലീസ് പിടികൂടിയത്. അഷ്റഫ് എന്ന വ്യക്തിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് ജോലി ചെയ്യുകയായിരുന്നു സംഘം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ പിടികൂടുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്തവരുടെ കയ്യിൽ മതിയായ രേഖകളില്ലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ബംഗാളികളെന്ന പേരിൽ ബംഗ്ലാദേശികൾ കേരളത്തിൽ കഴിയുന്നതായി TCV 1 മാസം മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണി ഉയരുന്ന സാഹചര്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്ക് അടിയന്തരമായി ശേഖരിക്കണമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. TCV സംപ്രേഷണം ചെയ്ത വാർത്ത ഒരിക്കൽ കൂടി. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച് പ്രതിയെ പിടികൂടിയപ്പോഴാണ് ഇയാൾ ബംഗ്ലാദേശ് പൗരനാണെന്ന് തിരിച്ചറിഞ്ഞത്. മുഹമ്മദ് ഷെരിഫുൽ ഇസ്ലാം ഷഹസാദ് എന്ന ഇയാൾ വിജയ്ദാസ് എന്ന വ്യാജപേരിലാണ് കഴിഞ്ഞിരുന്നത്. വ്യാജരേഖകളുമായി എത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശ് സ്വദേശിനിയായ തസ്ലീമ ബീഗം എന്ന യുവതിയെ പോലീസ് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. തീവ്രവാദ സംഘടനാ ബന്ധമുള്ള മുഹമ്മദ് ഷാബ് ഷെയ്ഖ് എന്ന ബംഗ്ലാദേശ് പൗരനെ കാസർഗോഡ് നിന്നും അസം പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മാസമാണ്. കൊടും ക്രിമിനലായ ഇയാൾ 4 വർഷമായി കേരളത്തിലുണ്ടായിരുന്നു. പിടിയിലായവരുടെ കയ്യിൽ ആധാർ കാർഡും പാൻ കാർഡും ഉൾപ്പെടെയുള്ള രേഖകളും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം വ്യാജം. ഏതാനും മാസം മുമ്പ് ഒരു ബംഗ്ലാദേശ് പൗരൻ വ്യാജ പാസ്പോർട്ടുമായി നെടുമ്പാശ്ശേരി വിമാനം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവേ പിടിയിലായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒട്ടേറെ വിവരങ്ങൾ വെളിപ്പെട്ടു.
ബംഗ്ലാദേശിൽ നിന്ന് കൊൽക്കത്തയിലെത്തുകയും ഇവിടെ നിന്ന് വ്യാജരേഖകൾ സംഘടിപ്പിക്കുകയുമാണ് ഇവരുടെ രീതി. പിന്നീട് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടക്കും. ബംഗാളി എന്ന പേരിലായിരിക്കും ഇവിടെ കഴിയുക. ഇത്തരത്തിൽ നിരവധി ബംഗ്ലാദേശികൾ കേരളത്തിൽ കഴിയുന്നുണ്ടെന്നാണ് സമീപകാല സംഭവങ്ങൾ നൽകുന്ന സൂചന. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിശദമായ കണക്കെടുക്കുകയും ഇവരുടെ രേഖകൾ ആധികാരികമായി പരിശോധിക്കുകയും ചെയ്താൽ വ്യാജരേഖകളിൽ കഴിയുന്നവരെ പിടികൂടാനാകും. അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് വരെ ഇക്കൂട്ടർ ഭീഷണിയായേക്കും. TCV തൃശൂർ. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലെ ചികിത്സയ്ക്കിടെ ചെരിഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:15 40 വയസ്സുള്ള കൊമ്പൻ ആനക്കൂട്ടിൽ കുഴഞ്ഞു വീണത്. അപ്പോൾ തന്നെ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആനയെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ വെറ്റിലപ്പാറ എണ്ണപ്പന തോട്ടത്തിൽ വെച്ച് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കുങ്കിയാനകളുടെ സഹായത്തോടെ കോടനാട് എത്തിക്കുകയായിരുന്നു. ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് വഴിയൊരുക്കിയതെന്ന് ആദ്യ അറിയിപ്പിൽ വാഴച്ചാൽ DFO R ലക്ഷ്മി വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും വ്യക്തമായ കാരണം കണ്ടെത്തുക. വ്രണത്തിലെ മുറിവിൽ നിന്നും തുമ്പിക്കൈയിലേക്ക് അണുബാധ എത്തിയെന്നാണ് നിഗമനം. ആനക്കുട്ടിൽ മയക്കം വിട്ടുണർന്നതു മുതൽ മരണത്തിന് തൊട്ടുമുമ്പ് വരെ ആന ഭക്ഷണം കഴിച്ചിരുന്നു. എന്നാൽ കുടിക്കുന്ന വെള്ളം മസ്തകത്തിലെ ദ്വാരത്തിൽ വെച്ച് പകുതിയോളം പുറത്തേക്ക് പോയിരുന്നു. വ്രണത്തിൽ കൃത്യമായി മരുന്ന് വയ്ക്കാനും പ്രതിരോധ മരുന്നുകൾ നൽകാനും കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം വട്ട മയക്കുവെടിയിലേറ്റ മരവിപ്പ് ധമനികളിലൂടെയുള്ള രക്തസഞ്ചാരത്തിന് തടസ്സം ഉണ്ടാക്കിയെന്നാണ് അനുമാനം. നേരത്തെ വെറ്റിനറി ചീഫ് ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയയും ഇക്കാര്യം പറഞ്ഞിരുന്നു. രണ്ടാം വട്ടം മയക്കുവെടി വെച്ച് പിടിച്ചാൽ ആന രക്ഷപ്പെടുന്നതിന് 30% മാത്രമായിരുന്നു സാധ്യതയെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. TCV ന്യൂസ്, ചാലക്കുടി. മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതി തള്ളിയിട്ടുവെന്ന ഡോക്ടർ അരുൺ സക്രിയയുടെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. കാത്തിരിപ്പ് വിഫലമായി. മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പിള്ളി കൊമ്പൻ ചരിഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മുറിവേറ്റ കൊമ്പനെ മയക്കുവെടിവെച്ച് കുങ്കിയാനകളാൽ തളച്ച് കോടനാടെത്തിച്ചത്. ആനയെ മയക്കുവെടിവെക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി കാണിച്ച സ്നേഹപ്രകടനങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടവരുടെ കണ്ണുകളെ ഈർന്നണിയിക്കുന്നതായിരുന്നു. മയക്കുവെടിയേറ്റ് തളർന്ന കൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതി തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിക്കുകയായിരുന്നു. ആന വീഴുമെന്നായപ്പോൾ താങ്ങി നിർത്താനും ശ്രമിച്ചു. ഒടുവിൽ കൊമ്പൻ വീണപ്പോൾ അരികെ തന്നെ നിലയുറപ്പിച്ചു. ദൗത്യസംഘം ശബ്ദമുണ്ടാക്കി തുരത്തുമ്പോഴും തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഗണപതി ഓടിമാറിയത്. എന്നാൽ മയക്കുവെടിയേറ്റ കൊമ്പനെ ഗണപതി മനഃപൂർവ്വം ഇടിച്ചു വീഴ്ത്തുകയാണുണ്ടായതെന്ന പ്രസ്താവനയാണ് ഡോക്ടർ അരുൺ സക്കറിയ നടത്തിയത്. അതിനെ പുഷ് ചെയ്തപ്പം താഴെ വീണ സമയത്ത് നമുക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം ഒരുപാട് കല്ലൊക്കെ ഉള്ള ഏരിയയാണ്, അതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പേടിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടി. ഞങ്ങൾക്ക് ആ കിടന്ന സ്ലീപ്പിൽ തന്നെ ഞങ്ങൾക്ക് ആ കംപ്ലീറ്റ് വൂണ്ട് ഡ്രസ് ചെയ്യാൻ പറ്റി. മുറിവേറ്റ കൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതി ഇടിച്ചിട്ടു എന്ന പ്രസ്താവനയാണ് വിവാദമായത്. അനാവശ്യ പ്രസ്താവനയാണെന്നും കാടിന്റെ നന്മ തിരിച്ചറിയാത്ത ചികിത്സകന്റെ പ്രതികരണമെന്നുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഡോക്ടർ അരുൺ സക്രിയയെ കുറ്റപ്പെടുത്തിയുള്ള പ്രചരണം. TCV ചാലക്കുടി. നാട്ടിലെ നീതി പുലർത്താൻ വനം വകുപ്പ് നടത്തിയത് പെടാപ്പാട്. ഒടുവിൽ കാട്ടിലെ നീതിയുടെ മുന്നിൽ അടിയറവ്. നാട്ടിലെ നീതിക്കായി മിന്നൽ വേഗത്തിൽ ദൗത്യത്തിന് മുതിരുമ്പോഴും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ കാട്ടിലെ നീതിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുമെന്ന ആശങ്ക നിലനിന്നിരുന്നു. ഒടുവിൽ അതുതന്നെ യാഥാർത്ഥ്യമായി. 40 വയസ്സ് പ്രായമുള്ള കാട്ടാനയെ 2 തവണ മയക്കുവെടി വെച്ചാൽ അതിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പായിരുന്നു. കാട്ടിലെ ആനകളുടെ ആയുസ് ഏതാണ്ട് ഈ പ്രായമൊക്കെ തന്നെയാണെന്ന യാഥാർത്ഥ്യബോധമായിരുന്നു പുറത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിൽ. കരുത്തുള്ളവൻ കാര്യക്കാരൻ. പോർവിളിച്ചും മല്ലടിച്ചും ആനകൾ കൊമ്പുകോർക്കും. വാഴുന്നവരും വീഴുന്നവരുമുണ്ടാകും. അതാണ് കാട്ടിലെ നീതി. കാട്ടാനയുടെ മസ്തകത്തിൽ മുറിവേറ്റ് പുഴുവരിച്ച് കണ്ടെത്തിയാൽ ആനപ്രേമികൾ അടങ്ങിയിരിക്കുമോ? കേസും പൊല്ലാപ്പുമാകും. കോടതിയും ഇടപെട്ടെന്നിരിക്കും. ഇതിന്റെ കൂടെ യൂട്യൂബർമാരുടെ പൊയ്വടികളും ചേരുവയായതോടെ വനംവകുപ്പ് രണ്ടും കൽപ്പിച്ചിറങ്ങി. ആളുകളുടെ കൺമുന്നിലൂടെ കാട്ടാന പുഴുവരിച്ച് നടക്കുന്ന ദയനീയാവസ്ഥയിൽ പഴി കേൾക്കരുത്. അവർ നാട്ടിലെ നീതിയുടെ പക്ഷത്തായി. ലക്ഷങ്ങൾ ചെലവഴിച്ചും ദിവസങ്ങളോളം കണ്ണിൽ എണ്ണയൊഴിച്ചും സംഘം പ്രയത്നിച്ചു. പക്ഷേ എല്ലാം വൃഥാവിലായി. കാട്ടിൽ
അവിടത്തെ നീതിയാണ് വേണ്ടതെന്ന സന്ദേശം കൂടിയാവുകയാണ് അതിരപ്പള്ളി കാടുകളെ ഒരു മാസത്തിലധികം വാർത്താലോകത്ത് പിടിച്ചു നിർത്തിയ പറമ്പിക്കുളത്തിന്റെ സന്തതി കൊമ്പന്റെ വരവും അന്ത്യവും. TCB ന്യൂസ്, ചാലക്കുടി. സമൂഹത്തിലെ സാധാരണക്കാരാണ് കേബിൾ TV മേഖലയെ താങ്ങി നിർത്തുന്നതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിമിഷ നേരം കൊണ്ട് എത്ര കോടി രൂപ വേണമെങ്കിലും മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കുത്തക കമ്പനികളോടാണ് COA മത്സരിക്കുന്നത്. കേബിൾ TV മേഖലയിൽ കുത്തക കമ്പനികളുടെ കടന്നുകയറ്റം മൂലം പ്രതിസന്ധി നേരിടുന്ന ഇക്കാലത്ത് 360 ഡിഗ്രി കാഴ്ചപ്പാടോടെ മുന്നോട്ടു പോകണം. പരിമിതികളെ മറികടന്ന് ഒന്നിച്ചു മുന്നേറാൻ COAയ്ക്ക് ആകുമെന്നും കേരള വിഷന്റെ ശക്തി സംഘടനയാണ് COA എന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. എത്ര കോടിക്കണക്കിന് രൂപ വേണമെങ്കിലും നമ്മുടെ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാൻ കഴിയുന്ന മൂലധന ശക്തികളാണ് നമ്മുടെ എതിരാളികളിൽ പലരും. എത്ര കോടി ഡോളർ വേണമെങ്കിലും, എത്ര കോടി രൂപ വേണമെങ്കിലും ഒരു നിമിഷം കൊണ്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ മാനേജ്മെന്റ് വൈദഗ്ധ്യമുള്ള ആളുകളെ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള ആളുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിയെ നിമിഷങ്ങൾ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ആളുകൾ. രാജ്യത്തെ ഭരിക്കുന്ന ആളുകളെയും ഉദ്യോഗസ്ഥന്മാരെയും അവർ പറയുന്ന ഇടങ്ങളിൽ പറയുന്നത് പോലെ ചലിപ്പിക്കാൻ ശേഷിയുള്ള മുതലാളിമാർ. ഇവരോടാണ് നാം നേരിടുന്നത്. ഈ പറഞ്ഞതൊന്നും നമുക്കില്ലാത്തതാണ്. നിമിഷ നേരം കൊണ്ട് പറയുന്നത് പോലെ കോടിക്കണക്കിന് രൂപ കൊണ്ടുവരാൻ നമുക്ക് ശേഷിയില്ല. ലോകത്തിലെ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം പറ്റുന്ന വലിയ മാനേജ്മെന്റ് സ്കിൽഡ് പ്രൊഫഷണൽസിനെ കൊണ്ടുവന്ന് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിയമിക്കാൻ നമുക്ക് കഴിയില്ല. രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്കകത്ത് ഇടപെടാൻ നമുക്ക് ശേഷിയില്ല. ഇതൊന്നുമില്ലാതിരുന്നിട്ടുമാണ് ഇന്ന് കേരളത്തിലെ കേബിൾ TV രംഗത്തെയും ബ്രോഡ്ബാൻഡ് രംഗത്തെയും 1ാം സ്ഥാനക്കാരായിട്ടും ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ 10 കമ്പനികളിലെ പ്രഥമ 2 സ്ഥാനങ്ങളിൽ എത്തുവാനും എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞത്, അല്ലെങ്കിൽ കേരള വിഷന് കഴിഞ്ഞത്. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന സോണൽ കൺവെൻഷനിൽ COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, തൃശൂർ കേരള വിഷൻ MD T ജയപ്രകാശ്, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, KCCL ഡയറക്ടർ VP ബിജു, കൺവീനറും COA ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ K ബിജുകുമാർ, COA ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ലിയോ, COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. COA ജില്ലാ സെക്രട്ടറി P ആന്റണി, ജില്ലാ ട്രഷറർ CG ജോസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് R മോഹനകൃഷ്ണൻ എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ചുവലൂർപ്പടി KBM റോഡിൽ മരത്തിന്റെ കൊമ്പ് വീണ് 19 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. വൈദ്യുതി ലൈനുകൾക്ക് അടിയിൽപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചുവലൂർപ്പടി സെന്റ് ജോൺസ് സ്കൂളിന് മുൻപിൽ മനയിൽ കൃഷ്ണാനന്ദന്റെ വീട്ടുവളപ്പിലെ മാവിന്റെ കൊമ്പാണ് ഒടിഞ്ഞു വീണത്. സ്കൂളിൽ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നിരവധി പേർ എത്തിയിരുന്നു. KSEB ജീവനക്കാർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് മരം മുറിച്ചു നീക്കുവാനുള്ള ശ്രമത്തിനിടെ മാവിന്റെ വലിയൊരു കൊമ്പ് കൂടി ഒടിഞ്ഞു വീണു. ഈ സമയം മരത്തിന് താഴെ നിന്നിരുന്ന ലൈൻമാൻ കലേഷ് ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മരം വൈദ്യുതി ലൈനിലേക്ക് വീണതിനെ തുടർന്ന് 1 കിലോമീറ്ററോളം ദൂരത്തിൽ 19 പോസ്റ്റുകൾ ഒടിയുകയും കമ്പികൾ റോഡിൽ പൊട്ടിവീഴുകയും ചെയ്തു. ഈ സമയം ചൊവ്വലൂർപ്പടി സെന്ററിലേക്ക് പോയിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് വൈദ്യുതി പോസ്റ്റ് വീണത്. ഡ്രൈവർ ചൊവ്വലൂർ സ്വദേശി രാമനത്ത് ഷാഹു ഓട്ടോറിക്ഷയിൽ നിന്ന് ചാടിയിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കഴുമപ്പാടം, തൈക്കാട് സൌത്ത് എന്നീ 2 ട്രാൻസ്ഫോർമറുകൾക്ക് കീഴിലുള്ള പ്രദേശങ്ങളിൽ ഞായറാഴ്ച രാത്രി വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് KSEB ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഗുരുവായൂർ മഞ്ജുലാൽ തറയിൽ പുതിയ വെങ്കലഗരുഡ പ്രതിമ സ്ഥാപിച്ചു. മാർച്ച് 1 അനാച്ഛാദനം ചെയ്യും. 4000 കിലോയോളം ഭാരമുള്ള പുതിയ പ്രതിമയ്ക്ക് 8 അടി ഉയരവും 16 അടി വീതിയുമാണുള്ളത്. ഉണ്ണി കാനായിയുടെ നേതൃത്വത്തിലാണ് പ്രതിമ നിർമ്മിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന മഞ്ജുലാൽ തറ പൊളിച്ചു കളഞ്ഞതിന് ശേഷം പുതിയ തറ നിർമ്മിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പന് നിത്യവും മാല ചാർത്തിയിരുന്ന മഞ്ജുള എന്ന ഭക്തയുടെ രൂപവും കുചേല പ്രതിമയും തറയിൽ സ്ഥാപിക്കും. ഗരുഡ ശില്പത്തിന്റെയും മഞ്ജുലാൽ തറയുടെയും വികസനത്തിനായി 1 കോടി രൂപയാണ് ചെലവിടുന്നത്. ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളിയാണ് ഗരുഡ പ്രതിമ ഭഗവാന് സമർപ്പിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ വെങ്കലത്തിൽ തീർത്ത ഏറ്റവും വലിയ ഗരുഡ ശില്പമാണ് ഗുരുവായൂരിലേത്. നേരത്തെ മഞ്ജുലാൽ തറയിലുണ്ടായിരുന്ന ഗരുഡ ശില്പം ശ്രീവത്സം ഗസ്റ്റ് ഹൌസ് വളപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1968 കോയമ്പത്തൂർ സ്വദേശി ശില്പി കൃഷ്ണൻ നിർമ്മിച്ചതായിരുന്നു ആ ശില്പം.
രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് കേരളം ഫൈനലിൽ. ആവേശകരമായ മത്സരത്തിൽ 2 റൺസിന്റെ ലീഡാണ് കേരളം നേടിയത്. മത്സരം സമനിലയിലേക്ക് ഉറപ്പിച്ചതോടെ ലീഡിന്റെ കരുത്തിൽ കേരളം ഫൈനലിൽ കടന്നു. ഇതാദ്യമായാണ് കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ പ്രവേശിച്ചത്. 26-ാം തീയതി നടക്കുന്ന ഫൈനലിൽ കേരളം വിദർഭയെ നേരിടും. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി 20 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒരാളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പാവറട്ടി തിരുനെല്ലൂർ പനക്കൽ വീട്ടിൽ രവിയെയാണ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ഇരിങ്ങിപ്പുറം സ്വദേശി രാഖിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ഇവരിൽ നിന്ന് 66,000 രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. ന്യൂസ് ഓഫ് ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ നേച്ചർ എൻവയോൺമെന്റ് വൈൽഡ് ലൈഫ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ മറവിലായിരുന്നു തട്ടിപ്പ്. ഇതിനായി താമരയൂരിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഓഫീസും പ്രവർത്തിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മുതലാണ് പാതി വിലയ്ക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ് എന്നിവ നൽകാമെന്ന് പറഞ്ഞ് പണം സ്വീകരിച്ചു തുടങ്ങിയത്. ഇയാളുടെ അക്കൌണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ പാതിവില തട്ടിപ്പിലെ ഒന്നാം പ്രതി അനന്തുകൃഷ്ണന്റെ അക്കൌണ്ടിലേക്ക് മാറ്റിയതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം വരെയും രവി പനക്കലിന്റെ അക്കൌണ്ടിലേക്ക് ലക്ഷങ്ങൾ വന്നിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു. ഗുരുവായൂർ ടെമ്പിൾ SI പ്രീത ബാബു, SI K ഗിരി, ASI K സാജൻ, സീനിയർ CPO സുവീഷ് കുമാർ, CPO റൺസീർ എന്നിവരുടെ നേതൃത്വത്തിൽ മമ്മിയൂരിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നാട്ടാനകളെ കൊണ്ടുവരുന്നത് തടഞ്ഞ കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. കേസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും മറ്റു കക്ഷികൾക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഒല്ലൂർ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് വീണ്ടും അളവെടുത്തു. റവന്യൂ, KRFB ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും വ്യാപാരി പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അളവെടുപ്പ്. റോഡിൽ സെൻട്രൽ ലൈൻ വരച്ചായിരുന്നു അളവെടുക്കൽ നടന്നത്. നേരത്തെ നടന്ന അളവെടുക്കലിൽ വ്യത്യാസമില്ലെന്ന് സ്പെഷ്യൽ തഹസീൽദാർ ബിന്ദു പറഞ്ഞു. കഴിഞ്ഞ ദിവസം മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് സംയുക്ത പരിശോധന നടന്നത്. സംസ്ഥാനത്തെ മുൻഗണനാ പദ്ധതികളിലൊന്നായ ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിനായി 0.9318 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരിക. ഇതിനായി 55.17 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിരുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ദുരിതത്തിലായി പൊയ്യ പൂപ്പത്തിയിലെ കുടുംബങ്ങൾ. പൈപ്പിൽ വെള്ളമെത്തുന്നത് ഉറക്കം നഷ്ടപ്പെടുത്തി കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. 10 മുതൽ 15 ദിവസത്തിലാണ് ജലനിധി പദ്ധതി വഴി ഇവിടെ കുടിവെള്ളം എത്തുന്നത്. വല്ലപ്പോഴും ലഭിക്കുന്ന വെള്ളം നിറച്ചു സൂക്ഷിക്കുന്നതിനായി വീടിനു ചുറ്റും ടാങ്കുകൾ നിരത്തിവച്ചിരിക്കുകയാണ്. 6 മുതൽ 10 ടാങ്കുകൾ വരെയാണ് ശരാശരി ഉള്ളത്. എന്നാലും ഒരാഴ്ചയിലേക്കുള്ള വെള്ളമാണ് ലഭിക്കുക. എല്ലാ ടാങ്കുകളും നിറയുന്നതിന് മുൻപ് കുടിവെള്ള വിതരണം നിലയ്ക്കുന്ന അവസ്ഥയാണുള്ളത്. വേനൽ കൂടുതൽ കടക്കുന്നതോടെ വെള്ളം ലഭിക്കുന്ന ഇടവേളകൾ വർദ്ധിക്കും. ഇതിനിടയിലുള്ള ദിവസങ്ങൾ കുടിക്കാനും കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും കൂടുതൽ വില കൊടുത്ത വെള്ളം വാങ്ങണം. ഇത്തരത്തിൽ ശരാശരി 500 രൂപ നൽകിയാണ് 1500 ലിറ്റർ വെള്ളം വാങ്ങുന്നത്. 500 രൂപ വെള്ളമടിക്കും. കുടിവെള്ള പ്രശ്നം നമ്മുടെ ഈ ഏരിയയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ തീരെ വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ ഞങ്ങൾ വണ്ടി വെള്ളം മേടിക്കണേ. അത് ഞങ്ങൾക്ക് 400 രൂപ വെച്ചൊക്കെയാണ് ഞങ്ങൾ ഓരോരുത്തരും വണ്ടി വെള്ളം മേടിക്കുന്നത്. അത് ഒരു 500 ലിറ്ററിനാണ് ഈ 400 രൂപ. അപ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് മാറി കിട്ടണം. 15 ദിവസമൊക്കെ ആവാറുണ്ട് വെള്ളം വരുമ്പോൾ. വേനലാവുമ്പോഴാണ് അത്രയും ബുദ്ധിമുട്ട് വരുന്നത്. ജല അതോറിറ്റി കൈയൊഴിഞ്ഞ് ജലനിധിയിലേക്ക് മാറിയപ്പോൾ വെള്ളത്തിന് ക്ഷാമം മാത്രമല്ല അധിക വില കൂടി നൽകേണ്ടി വന്നിരിക്കുകയാണ്. 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ 2 പൊതുകിണർ മാത്രമാണുള്ളത്. കടുത്ത വേനലിൽ കിണറിലെ വെള്ളവും ആവശ്യത്തിന് കിട്ടാത്ത അവസ്ഥയിലാകും. ജലനിധി പദ്ധതി വന്നതോടെ പൊതുടാപ്പുകൾ ഇല്ലാതാക്കി. പൈപ്പില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട പൊതുടാപ്പുകൾ പല സ്ഥലത്തുമുണ്ട്. ജോലിക്ക് പോലും പോകാതെയാണ് പല കുടുംബങ്ങളും കുടിവെള്ളം വരുന്ന ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത്. 2 ആഴ്ചയിൽ ഒരിക്കലാണ് കടുത്ത വേനലിൽ കുടിവെള്ളം കിട്ടുന്നത്. TCV ന്യൂസ്, മാള. മാർച്ച് 1 മുതൽ ഓട്ടോറിക്ഷകളിൽ ഫെയർ മീറ്റർ നിർബന്ധമാക്കി. ഇക്കാര്യം പരിശോധിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക പരിശോധന സംഘടിപ്പിക്കും. ഓട്ടോറിക്ഷകളിൽ യാത്രാ നിരക്ക് പ്രദർശിപ്പിക്കുന്ന മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്രയെ കണക്കാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറുണ്ട്. ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നത് സംസ്ഥാനത്തുടനീളം യാത്രക്കാരും ഡ്രൈവർമാരുമായി പതിവായി സംഘർഷത്തിന് ഇടയാക്കുന്നുണ്ടെന്ന് പരിഗണിച്ചാണ് തീരുമാനം. സ്റ്റിക്കർ പതിച്ചില്ലെങ്കിൽ മാർച്ച് 1 മുതൽ തുടർന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ടെസ്റ്റിൽ ഓട്ടോറിക്ഷകൾ അയോഗ്യരാക്കപ്പെടും. ഇക്കാര്യത്തിൽ അയോഗ്യമാക്കപ്പെട്ട് ഓട്ടോറിക്ഷകൾ ടാക്സി സർവീസ് നടത്തിയാൽ ഡ്രൈവർമാരിൽ നിന്ന് വലിയ തുക പിഴയായി ഈടാക്കും.
സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അതിശയിപ്പിക്കുന്ന മുന്നേറ്റമാണ് നടക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. തൃശൂർ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ കെട്ടിടങ്ങളും ക്ലാസ് മുറികളും സ്മാർട്ടായെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂൾ കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പ് ജേതാക്കളായ ജില്ലയിലെ കലാപ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് മാർച്ച് 29-ാം തീയതി വൈകിട്ട് തൃശൂരിൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. പി ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂത്തിങ്കൽ, ഡിവിഷൻ കൌൺസിലർ റെജി ജോയ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A. അൻസാർ, തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിത്കുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. പാലസ് റോഡിൽ പഴയ DEO ഓഫീസ് നിന്നിരുന്ന സ്ഥലത്ത് 5 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. അത്ഭുതകരമായ മാറ്റത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. ലാംഗ്വേജ് ലാബുകൾ ഉണ്ടാകുന്ന ഒരു കാലത്തിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസം ഉയർന്ന് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആശയഗതി തന്നെ മാറിയ ഒരു കാലത്തിലേക്ക് നമ്മൾ പോയി. എത്ര മനോഹരമാണത്! രക്ഷകർത്താക്കൾ സജീവമായി ഇടപെടുന്നു, ജനപ്രതിനിധികൾ ഇടപെടുന്നു. കേരള സംഗീത നാടക അക്കാദമി 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവം മിഡ്ഫോക്കിന്റെ കർട്ടൻ റേസറായി സംഘടിപ്പിച്ച അമേച്ചൂർ നാടക മത്സരം സമാപിച്ചു. സമാപന ദിനമായ വെള്ളിയാഴ്ച നിഖിൽ ദാസ് രചനയും സംവിധാനവും നിർവഹിച്ച് അടാട്ട് പഞ്ചമി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച നാടകം പൊറാട്ട് അരങ്ങേറി. കടലോളം ആഴത്തിൽ മുറിവേറ്റവർ അവരുടെ വേദനകൾ മറന്ന് വിസ്മയങ്ങൾക്കും കെട്ടുകാഴ്ചകൾക്കും അപ്പുറം സ്വയം ചിരിക്കുവാനും മറ്റുള്ളവരെ ചിരിപ്പിക്കുവാനും ശ്രമിക്കുന്ന പ്രമേയവുമായി അവതരിപ്പിച്ച പൊറാട്ട് ആസ്വാദക ഹൃദയങ്ങളെ സ്പർശിക്കുന്നതായി. സംസ്ഥാനത്തിന്റെ 3 മേഖലകളായി സംഘടിപ്പിച്ച നാടക മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 6 നാടകങ്ങളാണ് അമേച്ചൂർ നാടക മത്സരത്തിൽ മാറ്റുരച്ചത്. റീജിയണൽ തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞ നാടകപ്രേമികളുടെ പ്രൗഢമായ സദസ്സിലാണ് 6 ദിവസവും നാടകം അരങ്ങേറിയത്. പ്രതിരോധത്തിന്റെ സംസ്കാരങ്ങൾ എന്ന പ്രമേയത്തിലൂന്നിയുള്ള ഇത്തവണത്തെ ഇറ്റ്ഫോക്കിന് ഞായറാഴ്ച അരങ്ങുണരും. 5 വിദേശ നാടകങ്ങൾ ഉൾപ്പെടെ 15 നാടകങ്ങൾ 8 നാളുകളിലായി 3 വേദികളിൽ അരങ്ങേറും. പാനൽ ചർച്ചകളും രാജ്യാന്തര ഇന്ത്യൻ നാടക പ്രവർത്തകരുടെ സംവാദ സദസ്സും സംഗീത നൃത്ത നിശകളും ഇറ്റ്ഫോക്കിന്റെ ഭാഗമായി അരങ്ങേറും. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എന്റെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം തുടരുന്നു. സമയക്രമം പാലിക്കാനെന്ന പേരിലും മത്സര ഓട്ടവും മൂലം അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ചെറുവാഹനങ്ങൾക്ക് വില കൽപ്പിക്കാതെ പായുന്ന ബസ്സുകൾ മൂലം നിരവധി അപകടങ്ങളാണ് സമീപനാളുകളിൽ ഉണ്ടായത്. നിരത്തിൽ പൊലിഞ്ഞ ജീവനുകളും കുറച്ചല്ല. തൃശൂർ കുന്നംകുളം റൂട്ടിൽ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ ദിനംപ്രതി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതേസമയം നടപടിയെടുക്കേണ്ട പോലീസും മോട്ടോർ വാഹന വകുപ്പും കണ്ണടയ്ക്കുകയാണ്. അധികൃതർ മൗനം തുടരുമ്പോൾ മത്സര ഓട്ടവും അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. തൃശൂർ ചെമ്പുകാവ് മ്യൂസിയം റോഡിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. നെല്ലിക്കുന്ന് സ്വദേശി അയ്യന്തോൾ വീട്ടിൽ 65 വയസ്സുള്ള നെൽസനാണ് മരിച്ചത്. തൃശൂർ സൺ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. തൃശൂരിലെ പൈതൃക ജലപാതയായ വഞ്ചിക്കുളത്തിനോട് ചേർന്ന പാർക്കിൽ 3 ദിവസം നീണ്ടുനിൽക്കുന്ന സാംസ്കാരികോത്സവം വഞ്ചിക്കുളം ഫെസ്റ്റിന് തുടക്കമായി. വഞ്ചിക്കുളം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. മേയർ M. K. വർഗീസ് അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ക്ഷേമാവതി, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സാറാമ റോബ്സൺ, വർഗീസ് കണ്ടംകുളത്തി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP. സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ലളിതകലാ അക്കാദമി, കില സ്കൂൾ ഓഫ് ഡ്രാമ, IIID തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് കോർപ്പറേഷൻ വഞ്ചിക്കുളം ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രവേശനം സൗജന്യമാണ്. എല്ലാ മാസവും ഇതുപോലെ ഒരു ദിവസം കണ്ടെത്തി ജനഹൃദയത്തിലേക്ക് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നിപ്പോ വഞ്ചിക്കുളത്തിനെ സുന്ദരിയാക്കി മുന്നേ പക്ഷേ അദ്ദേഹത്തിന്
കാവടിയാട്ട ആഘോഷങ്ങൾക്കിടെ രണ്ടുപേരെ ഇടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ 5 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടശങ്കടവ് സ്വദേശികളായ ആലപ്പാട്ട് വീട്ടിൽ ലിയോൺ, ചക്കമ്പി വീട്ടിൽ അമൽ കൃഷ്ണ, വന്നേരി വീട്ടിൽ ആദർശ്, കാര്യെഴുത്ത് അമൽ ഷാജി, അരിമ്പൂർ സ്വദേശി പാറയിൽ സ്വാതീഷ് എന്നിവരെയാണ് അന്തിക്കാട് പ്രിൻസിപ്പൽ SI സുബിന്ദ് അറസ്റ്റ് ചെയ്തത്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 17-ാം തീയതി കണ്ടശങ്കടവിലുള്ള പൌലിയന് സമീപം രാത്രി കാവടിയാട്ടത്തിന് മുന്നോടിയായി നടന്ന ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ രണ്ടുപേരെയാണ് പ്രതികൾ ആക്രമിച്ചത്. SIമാരായ അഭിലാഷ്, ജയൻ, ജോസി ജോസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, സാബിർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഏങ്ങണ്ടിയൂർ പുളിക്കക്കടവിൽ കഞ്ചാവുമായി മധ്യവയസ്കൻ പിടിയിൽ. പാടൂർ കൈതമുക്ക് സ്വദേശി മമ്മസ് റയിലത്ത് വീട്ടിൽ അബ്ദുൾ സലാമിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പുളിക്കക്കടവ് ജംഗ്ഷനിൽ നിന്നിരുന്ന അബ്ദുൾ സലാമിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു. വാടാനപ്പള്ളി സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, സിവിൽ പോലീസ് ഓഫീസർ അലി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മതിലകം സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കളരിപ്പറമ്പ് സ്വദേശി കറുത്തവീട്ടിൽ രാംവിലാസിനെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. മതിലകം പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസ് ഉൾപ്പെടെ 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, ASIമാരായ വിൻസി തോമസ്, സജീഷ് എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി. സഖ്യന്റെ മക്കളുടെ സഹജീവി സ്നേഹത്തിന് ശില്പഭാഷ്യമൊരുക്കിയിരിക്കുകയാണ് കോടാലി സ്വദേശിയായ യുവകലാകാരൻ നികേഷ്. ആനകളെ അതിരറ്റ് സ്നേഹിക്കുകയും തെർമക്കോളും ഫൈബറും മറ്റും ഉപയോഗിച്ച് ചലിക്കുന്ന ആനകളുടെ ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന നികേഷ് ഈയിടെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ട ഹൃദയസ്പർശിയായ ഒരു ദൃശ്യത്തെ കളിമണ്ണുകൊണ്ട് ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനിയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കാനുള്ള വനം വകുപ്പിന്റെ ദൗത്യത്തിനിടെ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന തുമ്പിക്കൈ കൊണ്ട് താങ്ങി നിർത്തിയ ദൃശ്യമാണ് നികേഷ് മെനഞ്ഞെടുത്തിട്ടുള്ളത്. ടെലിവിഷൻ ചാനലുകളിൽ കണ്ട ഈ സഹജീവി സ്നേഹത്തിന്റെ കാഴ്ച മനസ്സിൽ മായാതെ നിന്നതാണ് കളിമണ്ണിൽ ഈ കാട്ടുകൊമ്പന്മാരെ രൂപപ്പെടുത്താൻ ഇടയാക്കിയതെന്ന് നികേഷ് പറഞ്ഞു. ഇപ്പൊ ഈ ശില്പം ഉണ്ടാക്കാനുള്ള സാഹചര്യം വന്നത് ഇപ്പൊ ഈ അടുത്തിടെ നമ്മൾ കാണാനിടയായിട്ടുണ്ട്. ആ മുറിവേറ്റൊരു ആനനെ മയക്കുവെടി വെച്ച് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടന്നിരുന്നു. അതില് മുറിവേറ്റ ഈ ആനനെ അതിനൊരു കരുതലെന്ന നിലയിൽ ഏഴാട്ടുമുഖം ഗണപതി എന്ന് പറഞ്ഞൊരു ആന താങ്ങി നിർത്തുന്നതും അതിനൊരു സഹജീവി സ്നേഹം കാഴ്ചവെച്ചത് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അത് വളരെ മനസ്സിൽ ഇങ്ങനെ ഒരു മുറിവുള്ള ഒരു ആനയുടെ ഒരു രൂപം മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു ഭാഗമാകാൻ കഴിഞ്ഞൊരു ആനയുടെ കൂടി ഒരു നല്ലൊരു മെസ്സേജ് കൂടി അതിലുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ അതൊരു ശില്പമാക്കി ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു ശില്പം ചെയ്യാനായിട്ട് തുനിഞ്ഞത്. കാട്ടുകൊമ്പന്മാരുടെ സഹജീവി സ്നേഹം പ്രകടമാക്കുന്ന ദൃശ്യം ശില്പമാക്കിയതിന് തൊട്ടു പിന്നാലെ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ചരിഞ്ഞതായുള്ള വാർത്ത എത്തിയത് ഈ യുവ കലാകാരനെ ഏറെ സങ്കടപ്പെടുത്തുകയാണ്. ചെറുപ്പം മുതലേ ആനകളെ ഇഷ്ടപ്പെടുന്ന നികേഷ് ആനകളുടെ ചിത്രം വരയ്ക്കുന്നതിലും ശില്പങ്ങൾ മെനയുന്നതിലും വിദഗ്ധനാണ്. കുട്ടിക്കാലത്ത് ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ ആനകളെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നതിൽ നിന്നാണ് ഗജശില്പങ്ങൾ നിർമ്മിക്കാനുള്ള മോഹം ഉണ്ടായത്. യഥാർത്ഥ ആനകളുടെ വലിപ്പവും രൂപവുമുള്ള 5ഓളം കരിവീരന്മാരെ നികേഷ് ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട്. നികേഷ് രൂപം നൽകിയ ചേക്കിലെ മാധവൻ എന്ന ഗജശില്പം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. യന്ത്രസഹായത്തോടെ തുമ്പിക്കൈ ഉയർത്തുകയും ചെവികൾ ആട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു ഇത്. ചലിക്കുന്ന ഒട്ടകത്തെയും ഈ യുവശില്പി നിർമ്മിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. സ്കൂളിൽ നിന്ന് കളഞ്ഞുകിട്ടിയ 1.5 പവൻ തൂക്കമുള്ള സ്വർണ്ണപാദസരം സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ച് മാതൃകയായി വിദ്യാർത്ഥിനി. തൃശൂർ ഹോളി ഫാമിലി സ്കൂളിലെ വിദ്യാർത്ഥിനി മണ്ണുത്തി പാലക്കാട്ടിൽ വീട്ടിൽ അബ്ദു സുധീറിന്റെ മകൾ ഹാദിയയാണ് സ്വർണ്ണപാദസരം സ്കൂൾ അധികൃതർക്ക് കൈമാറിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ട്രാഫിക് SI ബോബി ചാണ്ടി ഹാദിയയ്ക്ക് ഉപഹാരങ്ങൾ കൈമാറി അനുമോദിച്ചു. സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ഗ്ലോറി, PTA പ്രസിഡന്റ് രാജൻ അറക്കൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിന് ബാൻഡ് കൂട്ടി പള്ളി വികാരി. കാരമുക്ക് സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കലാണ് കാരമുക്ക് ചിദംബര ക്ഷേത്രോത്സവത്തിന് കണ്ടശങ്കടവ് കരക്കാരുടെ കാവടി എഴുന്നള്ളിപ്പിൽ ബാൻഡ് കൂട്ടിയത്. പള്ളിയുടെ മുൻപിൽ എഴുന്നള്ളിപ്പെത്തിയപ്പോൾ മുണ്ടത്തിക്കോട് രാഗം ദീപം ബാൻഡ് സെറ്റിലെ കലാകാരൻ നൽകിയ ഡ്രംസ് തോളിലിട്ട് കൊട്ടുകയായിരുന്നു.
കിസാൻ സഭ ജില്ലാ സെക്രട്ടറിയും CPI നേതാവുമായിരുന്ന VK മോഹനൻ അനുസ്മരണം തൃശൂരിൽ നടന്നു. CPI ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് KK രാജേന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകനുള്ള VK മോഹനൻ അവാർഡ് കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ദിനകരൻ വിതരണം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, മുൻ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KV വസന്തകുമാർ, തൃശൂർ മണ്ഡലം സെക്രട്ടറി K. അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. സംഘാടകൻ മോഹനേട്ടൻ ഏറ്റവും സ്നേഹത്തോടെ നമ്മൾ ഉപദേശിച്ചു. വ്യത്യസ്തങ്ങളായിട്ടുള്ള മുഖങ്ങളിലൂടെ മോഹനേട്ടനെ ഒരു വലിയ വിടവായി ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു ആശയമാണ് തൃശ്ശൂരിലെ പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ വാണിജ്യം. തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ നെസ്റ്റോ പുഴക്കിലയിൽ പ്രവർത്തനം ആരംഭിച്ച് 500 ദിവസം പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ച് ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ വൻ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ജനപ്രിയ ഷോപ്പിംഗ് ഓഫറുകൾക്ക് പുറമെയാണ് തൃശൂരിൽ 500 ദിവസം പിന്നിടുന്നതിനോടനുബന്ധിച്ച് 22-23 തീയതികളായി കണ്ണഞ്ചിപ്പിക്കുന്ന സ്പെഷ്യൽ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, പഴം, പച്ചക്കറി തുടങ്ങി നിരവധി അവശ്യ സാധനങ്ങളും വൻ വിലക്കുറവിൽ ഓഫറിന്റെ ഭാഗമായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. 5 കിലോ പുട്ടുപൊടി 299 രൂപ, 26 കിലോ ജയ അരിക്ക് 999 രൂപ, 1 കിലോ മിൽമ തൈരിന് 89 രൂപ, 400 ഗ്രാം നെസ്റ്റോ ഡ്രീം കേക്കിന് 199 രൂപ, ഗ്രിൽഡ് ചിക്കൻ പീസിന് 209 രൂപ, ആറ്റുവാള മീനിന് 99 രൂപ, ബോൺലെസ് ഇന്ത്യൻ ബീഫ് 299 രൂപ, 490 രൂപ വിലയുള്ള 500 ഗ്രാം നമ്പീഷൻ നെയ്ക്ക് 299 രൂപ, 4390 രൂപ വിലയുള്ള 3 ജാർ മിക്സർ ഗ്രൈൻഡറിന് 1699 രൂപ, 9 വാൾട്ട് ബൾബിന് 39 രൂപ, 18990 രൂപ വിലയുള്ള സ്മാർട്ട് ടിവിക്ക് വെറും 6999 രൂപ, 35800 രൂപ വിലയുള്ള റെഫ്രിജറേറ്ററിന് 23999 രൂപ, 48900 വിലയുള്ള 1 ടൺ AC-ക്ക് 24999 രൂപ തുടങ്ങി വൻ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ റംസാൻ ഡേറ്റ്സ് സ്പെഷ്യൽ കൗണ്ടറും ഒരുക്കിയിട്ടുണ്ട്. 500 രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ദിവസവും സ്മാർട്ട് ടിവിയും മെഗാ സമ്മാനവും ലക്കി ഡ്രോയിലൂടെ സ്വന്തമാക്കാനാകും. ഇനി സ്വർണ്ണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8025 രൂപ, പവന് 64200 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3405 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ആശാവർക്കർമാരോടുള്ള മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും സമീപനം നിഷേധാത്മകമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ആശാവർക്കർമാരെ അങ്ങേയറ്റം അപമാനിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയും സർക്കാരും കൈക്കൊള്ളുന്നതെന്നും മുരളീധരൻ. അനധികൃതമായി ഇന്ത്യയിലെത്തിയ 3 ബംഗ്ലാദേശികൾ അന്തിക്കാട് പോലീസിന്റെ പിടിയിൽ. രക്ഷപ്പെട്ട 2 പേർക്കായി തിരച്ചിൽ തുടരുന്നു. ബംഗാളികളെന്ന പേരിൽ സംസ്ഥാനത്ത് ഒട്ടേറെ ബംഗ്ലാദേശികൾ. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലെ ചികിത്സയ്ക്കിടെ ചെരിഞ്ഞു. മുറിവേറ്റ കൊമ്പനെ ഏഴാറ്റുമുഖം ഗണപതി തള്ളിയിട്ടുവെന്ന ഡോക്ടർ അരുൺ സക്രിയയുടെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കുത്തക കമ്പനികളോട് മത്സരിച്ചാണ് COA മുന്നോട്ട് പോകുന്നതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. ഗുരുവായൂർ ചുവലൂർപ്പടിയിൽ മരത്തിന്റെ കൊമ്പ് വീണ് 19 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. വൈദ്യുതി ലൈനുകൾക്കടിയിൽപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗുരുവായൂർ മഞ്ചുളാൽത്തറയിൽ പുതിയ വെങ്കലഗരുഡ പ്രതിമ സ്ഥാപിച്ചു. മാർച്ച് 1 പ്രതിമ അനാച്ഛാദനം ചെയ്യും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്രത്തിലാദ്യമായി കേരളം ഫൈനലിൽ. 26 നടക്കുന്ന ഫൈനലിൽ കേരളം വിദർഭയെ നേരിടും.
ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.